നമ്മൾ പിന്നിട്ട വഴികളിലെ കഷ്ടതകളും ഇരുളടഞ്ഞ നാളുകളും ഓർക്കുമ്പോൾ ഇന്ന് നമ്മൾ നടക്കുന്ന ഈ വഴികൾ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ നന്മകളൊക്കെ നമ്മുടെ അധ്വാനത്തെക്കാളുപരി ദൈവത്തിൻ്റെ ചില വാക്കുകൾക്ക് പുറത്ത് സംഭവിച്ചതാണെന്ന് നമ്മൾ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? എന്താ ഞാനിങ്ങനെ പറഞ്ഞെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, വാക്ക് പറഞ്ഞാൽ ദൈവം മാറാത്തവനാ, ഒരിക്കലും മാറത്തില്ല. ഏത് പ്രതിസന്ധി നമുക്കുണ്ടായാലും, ഏത് കഷ്ടത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വന്നാലും വാഗ്ദത്തം ചെയ്ത ദൈവം കൂടെ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം വീണ്ടും വായിക്കട്ടെ. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. കാനാവിലെ കല്യാണ വീട്ടിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി ആരംഭം കുറിച്ചത് തന്നെ ഒരടയാളത്തോടു കൂടിയാണ്. അത്ഭുതമായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്തിൽ തൻ്റെ ശിഷ്യന്മാരും തൻ്റെ മാതാവായ അമ്മയായ മറിയയും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ്, അല്ലെങ്കിൽ കല്യാണ വീട്ടിലാണ് തമ്പുരാൻ ആദ്യമായി അത്ഭുതം ചെയ്തത്. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ മറിയ അത് അറിഞ്ഞു, വിരുന്നുവാഴി അതറിഞ്ഞു. പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് അവർ മൗനം പാലിച്ചപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ ഒരുവൻ ഇവിടെ ഉണ്ട് എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടാണത്തിനെ ക്ഷണിച്ച വീട്ടുകാർക്കോ അവിടെ വന്ന ഏതെങ്കിലും വിരുന്നുകാർക്കോ അവിടെയുള്ള മറ്റാർക്കെങ്കിലുമോ യേശു ആരെന്നോ യേശുവിലൂടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നോ അറിയില്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ അമ്മയ്ക്കതറിയായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓരോരുത്തരും എത്ര നാളായി യേശുവിനെ അറിയാൻ തുടങ്ങിയിട്ട്, യേശുവിനോട് കൂടെ നടക്കുന്നതെന്ന് അവകാശപ്പെടാൻ തുടങ്ങിയിട്ട്, യേശുവിൻ്റെ മക്കളാണെന്നുള്ള അഭിമാനത്തോടെ നടക്കാൻ തുടങ്ങിയിട്ട്? പക്ഷെ ഇന്ന് വരെ നമുക്കറിയാമോ യേശു എന്തൊക്കെ ചെയ്യുമെന്ന്? തീർച്ചയായിട്ടും നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറം നമ്മളെ സഹായിപ്പാൻ കർത്താവിന് കഴിയും. ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവിനേക്കാൾ കൂടുതലായി അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളപ്പോൾ ഞങ്ങളെ ഏതെല്ലാം നിലകളിൽ സഹായിക്കാൻ കഴിയുമെന്ന് ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.